പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ അധികാരത്തിൽ മക്കൾക്ക് വേണ്ടി മോനിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിലും മനസാന്തരപ്പെട്ട മോനിക്ക പുണ്യവതിയുടെ ഭർത്താവായ പെട്യൂഷിന്റെ മാതൃകയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസാന്തരപ്പെട്ട അഗസ്തീനോസിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വലിയ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമയോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെയും അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ സഹായം നൽകി, സ്വർഗത്തിന്റെ സംരക്ഷണം നൽകി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായിൽ മാലാഖമാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽ മാലാഖമാരെ, നിങ്ങളുടെ സാന്നിധ്യം സഹായം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ അഗസ്തീനോസിന്റെയും മോനിക്ക പുണ്യവതിയുടെയും മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ മാതൃകകൾ നമ്മൾ സ്വന്തമാക്കേണ്ട മേഖലകളുണ്ട്, പ്രാർത്ഥിക്കേണ്ട മേഖലകളുണ്ട്. നമുക്കറിയാം, അഗസ്തീനോസ് പുണ്യവാള് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ വലിയൊരു കാരണം അദ്ദേഹത്തിന്റെ അപ്പന്റെ വഴിവിട്ട ജീവിതത്തിന്റെയും ഒത്തിരിയേറെ ദുർമാതൃകയുടെയും സ്വഭാവത്തിന്റെയും വൈകല്യങ്ങൾ ഉണ്ട് എന്ന് ആ അപ്പൻ തന്നെ പിന്നീട് മാനസാന്തരത്തിനു ശേഷം മോനിക്ക പുണ്യവതിയോട് പങ്കുവെച്ചുകൊണ്ട് ആ മേഖലകൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ട് 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 എന്ന് ഒരു ചോദ്യം എപ്പോഴും നമ്മൾ ചോദിക്കണം. മക്കളെ ഒന്ന് കാണുമ്പോൾ അതിന്റെ പേര് കുറ്റം പറയുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞിങ്ങനെ ആയി, അത് നമ്മുടെ കുടുംബത്തിന്റെയും ചില വളർത്തു ദോഷത്തിന്റെയും, ആ മക്കൾക്ക് ലഭിക്കാതെ പോയത്, ആ മക്കൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടായത്, ഇതെല്ലാം ആ മക്കളെ ഒത്തിരി സ്വാധീനിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആയതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, ഒത്തിരിയേറെ മേഖലകളില് ദുരുപയോഗിക്കപ്പെട്ട മക്കൾ. അതായത് കുഞ്ഞുനാളില് അറിവില്ലാത്ത സമയത്ത് ഈ കുഞ്ഞ് ദുരുപയോഗിക്കപ്പെടുകയോ പാപകരമായവ കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ അല്ലെങ്കിൽ ദുരുപയോഗിക്കപ്പെടാനൊക്കെ ഇടയായി പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മുടെ മക്കളെ മുറിവേൽപ്പിക്കും. മാത്രമല്ല വലിയ പൈശാചികതയിലേക്ക്, അടിമത്തത്തിലേക്ക് ഈ മക്കളെ ആനയിക്കുവാൻ ഇടയാകും. കുഞ്ഞുനാളില് അറിവില്ല, നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ കൂടിയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഈ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിന്ന് പല മക്കളോടും സംസാരിക്കുമ്പോൾ ഈ മക്കൾക്ക് ആഗ്രഹമില്ല ഇതിലേക്ക് പോകണം, ഈ ചെടിക്ക് പാപത്തിലേക്ക് പോകണം. അല്ലെങ്കിൽ ചില മക്കള് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, പല മക്കളുമായിട്ട് ബന്ധങ്ങള്, സ്നേഹങ്ങള് പെട്ടെന്ന് ജഡിക പാപത്തിലേക്ക് വീണുപോകും. ഈ മക്കൾക്ക് ആഗ്രഹമില്ല. ഒത്തിരി മക്കൾ ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ആഗ്രഹിച്ച, പക്ഷെ ഞാൻ അങ്ങനെ പോവാ. ഈശോ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ ആസക്തികൾക്ക്, നമ്മുടെ തീരുമാനങ്ങൾക്ക്, ഈവൻ നമ്മുടെ തോന്നലുകൾക്ക് പോലും ജീവൻ നൽകുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് അറിവില്ലാത്ത സമയത്ത് ഒരു വ്യക്തിയാൽ ദുരുപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാല് നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ദുരുപയോഗിക്കുന്നവൻ അത്രമാത്രം മ്ലേച്ഛനും അശുദ്ധനും വ്യഭിചാര ദുർബോധത്താൽ നയിക്കപ്പെടുന്നവരും നിയന്ത്രിക്കപ്പെടുന്നവരും ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നിഷ്കളങ്ക കുഞ്ഞിനെ
ദുരുപയോഗിക്കാൻ എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും? അപ്പോ ഇവൻ ഈ ആത്മാവ് ബാധിച്ചവനാ, ഈ ആസക്തി നിറയപ്പെട്ടവനാ. അവന്റെ സ്പർശനത്തിലൂടെ ഈ കുഞ്ഞിലേക്ക്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആസക്തിയുടെ സ്പിരിറ്റ്, അരൂപി, വ്യഭിചാര ദുർഭൂതം ഈ കുഞ്ഞിലേക്ക് കയറും. ആ കുഞ്ഞില് അറിയാതെ തന്നെ ഈ ഒരു ആത്മാവിന്റെ സാന്നിധ്യങ്ങൾ, ആ കുഞ്ഞ് വളർച്ചയുടെ കാലഘട്ടത്തില് കടന്നു വരുമ്പോ സ്വാഭാവികമായ വളർച്ചയുടെ സമയത്ത് ഈ ഉള്ളിൽ കിടക്കുന്ന അരൂപി ഈ കുഞ്ഞിന്റെ സ്വഭാവത്തെ, ആസക്തിയെ, വികാരങ്ങളെ, ഇവൻ നോട്ടത്തെ, സംസാരത്തെ, കേൾവികളെ പോലും സ്വാധീനിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ, വായിക്കാൻ, സംസാരിക്കാൻ, ഇടപെടാൻ, അനുഭവിക്കാൻ ഒരു അരൂപിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കുഞ്ഞിലേക്ക് വരും. ആ കുഞ്ഞിന് പോലും അറിയില്ല, ആ കുഞ്ഞിന് ആഗ്രഹം പോലും ഇല്ല. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാവ് ജീവൻ തരുന്ന ഒരവസ്ഥയില് ഈ കുഞ്ഞ് ഇതിന്റെ അടിമയായിട്ട് മാറുകയാണ്. ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോ, ചിലപ്പോ കുഞ്ഞുനാളില് ഈ മക്കൾക്ക് വേണ്ടാത്ത ബ്ലൂ ഫിലിമോ വേണ്ടാത്ത സിനിമകളോ കാണിച്ചു കൊടുക്കുമ്പോ ആ കുഞ്ഞുങ്ങൾ കണ്ടാൽ ഈ കുഞ്ഞിനൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് ബേസിക്കായിട്ട് ചില ചായ്ച്ചലുകളും ചില ആസക്തികളും ചില അടിമത്തങ്ങളും, നമ്മൾ ജന്മനാ തന്നെ പാപത്തോടെയല്ല ജനിച്ചേ. ആ ഉത്ഭവ പാപത്തിന്റെ ആ ശക്തി നമ്മെല്ലാവരിലും ഉണ്ട്. അതനുസരിച്ച് ജഡികമായ കാര്യങ്ങൾ അറിവില്ലേലും നമ്മൾ കണ്ടാൽ, കേട്ടാൽ, സ്പർശിച്ചാൽ, അനുഭവിച്ചാൽ അതിൽ നിന്ന് ആ ഒരു ആധിപത്യത്തിന്റെ ശക്തി നമ്മുടെയും നമ്മുടെ മക്കളുടെയും ജീവിതത്തിലേക്കും അത് സ്വഭാവത്തിലേക്കും പിന്നീട് അങ്ങോട്ട് വ്യക്തിബന്ധങ്ങളിലേക്കും ജഡിക പാപത്തിലേക്കും വീണു പോകുന്ന, പെട്ടെന്ന് വളഞ്ഞും വീണു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാനിടയാകും. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ ഈ മേഖലകളില് മുറിവേറ്റ മക്കളുണ്ട്. ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആ കൊച്ചിനെ തല്ലിയോണ്ടോ, ഞാൻ ഓർക്കുന്നുണ്ട് ചില മക്കളൊക്കെ കാരണവന്മാർ തല്ലി നിയന്ത്രിച്ചു, പലവട്ടം പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞ് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വലിയ മേഖല നമ്മുടെ മക്കളെ, അവരുടെ സ്വഭാവത്തെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള് അറിവില്ലാത്ത സമയത്ത് ലഭിക്കുന്ന ഈ വക സ്വഭാവങ്ങള് അല്ലെങ്കിൽ ചില ജഡിക സുഖങ്ങള്, ഇതൊക്കെ നമ്മുടെ മക്കളെ സ്വാധീനിക്കും. ചില കാരണന്മാരുണ്ട്, ഇവൻ അപ്പന്മാരും ഉണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരുണ്ട്. മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞു വരുമ്പോ ആ കുഞ്ഞിന്റെ നാവില് മദ്യം ഒന്ന് രുചിപ്പിച്ചു കൊടുക്കുക. അത് മതി ആ കുഞ്ഞിലേക്ക് പിന്നീട് അങ്ങോട്ട് ഈ മദ്യപാനത്തിന്റെ ഒരാസക്തി വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് ലൈംഗികമായ കാര്യങ്ങൾ മാത്രമല്ല, മദ്യപാനത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ചില സിനിമകള് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈ മേഖലകളില് നമ്മുടെ മക്കൾ ദുരുപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ ഇതിന്റെ ആധിപത്യം നമ്മുടെ മക്കളുടെ സ്വഭാവത്തെ, ചിന്താഗതികളെ, ഇടപെടലുകളെ, കാഴ്ചപ്പാടുകളെ, അവരുടെ ശീലങ്ങളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കും. നമുക്കറിയാം, കുഞ്ഞുമക്കളൊക്കെ ഭയങ്കര ഒബ്സർവിങ്. അവര് വൃത്തിയാക്കിയ ഒരു ബ്ലാക്ക് ബോർഡ് പോലെയാ. ഒരു ചെറിയ ഒരു കാര്യം പോലും, ഒരു ചെറിയ ചോക്ക് കൊണ്ട് വരച്ചാൽ പോലും അത് തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ സ്വാധീനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളുടെയൊക്കെ സാഹചര്യത്തില് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുടുംബത്തിൽ നിന്നോ അയൽപക്കത്തിൽ നിന്നോ സാറുമാരിൽ നിന്നോ നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഈ തലത്തിൽ ഒത്തിരി ദുരുപയോഗിക്കപ്പെടുകയും ദുർമാതൃകയില് ഇങ്ങനെയുള്ള പലതിലേക്കും ആനയിക്കപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങള് നമ്മുടെ മക്കളെ മുറിവേൽപ്പിക്കുന്നുണ്ട്. നമുക്കിന്ന് നമ്മുടെ മക്കളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും ഈ മേഖലകളിൽ മുറിവേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദുരുപയോഗിക്കപ്പെട്ട, അതിലൂടെ ഈ പൈശാചിക ആസക്തികളും ദുരാത്മ ദുർഭൂതങ്ങളും കയറി അടിമപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയും വിടുതലിനു വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ആത്മാക്കൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കള് വലിയ കൃപയിലും വിശുദ്ധിയിലും മാറും. ഞാൻ ഒത്തിരി മക്കളെ കണ്ടിട്ടുണ്ട്. ധ്യാനം കൂടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശക്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യപ്പെടുത്തി. പിന്നീട് അങ്ങനെ ഒന്നിലേക്ക് പോകാതെ അതിവിശുദ്ധിയില് അവരുടെ ജീവിതത്തെ പാപത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ച്
അല്ലെങ്കിൽ കർത്താവ് നൽകിയ വിടുതലില് അതിശക്തമായി ജീവിക്കുന്ന അനേകം മക്കളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുക, നമ്മുടെ ഇവിടുത്തെ ധ്യാനങ്ങളൊക്കെ കർത്താവിന്റെ ഈ വിടുതലിന്റെ ശക്തി സ്വന്തമാക്കി എടുക്കുന്ന ശക്തീകരണ വിടുതൽ ധ്യാനങ്ങളാണ്. പ്രത്യേകിച്ചും കടങ്ങളുടെ പൊറുതി, ഇതുമായി ബന്ധപ്പെട്ട മേഖലകള്, അതിലൂടെ കയറിപ്പറ്റിയ പൈശാചിക സ്വാധീനങ്ങള്, ദുരാത്മ ദുർഭൂതങ്ങള്, അതിന്റെ അടിമത്തങ്ങള്, ബന്ധനങ്ങള്, അതെല്ലാം തകർത്തെറിഞ്ഞ കർത്താവിന്റെ കുരിശിലെ ബലിയുടെ ആനന്ദയോഗ്യതകൾ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച് പാപപരിഹാര ബലി, അതിനുവേണ്ടി കുംഭസാരം, അതിനുശേഷം ഡെലിവറൻസ് ബഹിഷ്കരണ പ്രാർത്ഥനകള്, അഭിഷേക പ്രാർത്ഥനകള്, അങ്ങനെ ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും വലിയ അനുഭവത്തിലൂടെയാണ് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേകം മക്കളുടെ ഈ തലത്തിലുള്ള അനുഭവങ്ങള്, അവർക്ക് ലഭിച്ച വിടുതല്, അവർക്ക് ലഭിച്ച സൗഖ്യം, അവർക്ക് ദൈവം നൽകിയ വിശുദ്ധി, ഇതൊക്കെ ഒത്തിരി കണ്ണാൽ നോക്കിക്കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് നമുക്കറിയാം എങ്കിൽ കൂടിയും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മേഖല അച്ഛൻ പറയാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന വലിയൊരു കാര്യം, സാധിക്കുന്ന മക്കള് എപ്പോഴെങ്കിലും നമ്മുടെ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ശക്തീകരണ വിടുതൽ ധ്യാനം കൂടണം. ഇവിടെ മിക്കവാറും വീക്കെൻഡ് ധ്യാനങ്ങളാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് അവസാനിക്കും. എല്ലാവർക്കും വന്ന് കൂടാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ആ 2-3 ദിവസങ്ങള് ശക്തമായ വലിയ അഭിഷേകത്തിന്റെ വചനങ്ങളും ബലിയർപ്പണങ്ങളും കൂദാശ പരിക്രമങ്ങളും കർത്താവുമായി ആഴമായ ബന്ധത്തിന്റെ ശക്തിയും സ്വന്തമാക്കിയെടുക്കാനുള്ള വലിയ അനുഭവം അനേക മക്കള് പങ്കുവച്ചിട്ടുണ്ട്. ഞാനും കൂടി അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് കൂടി അച്ഛൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ദുരുപയോഗിക്കപ്പെട്ട മക്കൾ, ദുർമാതൃകം നൽകി പിശാചിനാൽ ബന്ധിക്കപ്പെടുന്ന രീതിയിൽ നയിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വലിയൊരു കാരണം ഇതാകാം എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെല്ലാ മക്കളെയും സ്നേഹത്തോടും നന്ദിയോടും കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ അമ്മമാരുടെ നൊമ്പരങ്ങളും അപ്പന്മാരുടെ കണ്ണുനീരും എല്ലാ വേദനകളും കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോണിക്ക പുണ്യമതിയോട് ആ ബിഷപ്പ് പറഞ്ഞില്ലേ, കണ്ണുനീരിന്റെ ഈ മകൻ നശിച്ചു പോകുക അസാധ്യമാണ് എന്ന്. ഈശോയെ, പല അമ്മമാരും മക്കളെ ഓർത്ത് കരയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെയും വേദനയുടെയും നൊമ്പരത്തിന്റെയും കർത്താവെ വലിയ അഭിഷേകത്താൽ നിറച്ച് നശിച്ചു പോകാത്ത വിധം ഞങ്ങളുടെ മക്കളെ അങ്ങ് രക്ഷയിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോനിക്ക പ്രാർത്ഥന കൂട്ടായ്മയിലെ എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കൾക്ക് പലർക്കും വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ദൈവികമായ കാര്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ല. ആ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിന്റെ സമാധാനവും സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗത്തിന്റെ സ്നേഹവും ആ മക്കളിലും ഞങ്ങളിലും നിറച്ച് അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത കുടുംബത്തിൽ ഐക്യവും സ്നേഹവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. അതിനായി കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, പേരക്കിടാങ്ങളെ ഓർത്ത് ഈശോയെ നന്ദി, ആരാധന ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതി, സ്തുതി, സ്തുതി. ആരാധന, 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 ആരാധന.
ഈശോയെ നന്ദി, ഈശോയെ ആരാധന. നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, നീ വന്നു ജീവനേകോ, ഞങ്ങളിൽ വാസമാകൂ. ദിവ്യകാനീശോയെ, ഏറ്റവും പ്രത്യേകമായ വിധത്തില് കുഞ്ഞുനാളിലും വളർച്ചയുടെ കാലഘട്ടത്തിലും അറിവില്ലാത്ത സമയത്തും ദുരുപയോഗിക്കപ്പെട്ട് പാപത്തിലേക്ക് വീഴ്ത്തപ്പെട്ട ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ മക്കൾക്കുണ്ടായ മുറിവുകളും വേദനകളും സങ്കടങ്ങളും കർത്താവേ, ഒത്തിരിയേറെ നിസ്സഹായ അവസ്ഥകളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയത്തും ആ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ മക്കളേറ്റ നൊമ്പരങ്ങള് ആരോടും പറയാൻ പറ്റാത്ത വിധത്തില് ആ മക്കൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും, ആ മക്കൾ ചിന്തിയ കണ്ണുനീരും, അതിലൂടെ ആ മക്കൾക്കേറ്റ മുറിവുകള് ആന്തരികമായി, മാനസികമായി, ശാരീരികമായി ഞങ്ങളുടെ മക്കൾക്കേറ്റ എല്ലാ മുറിവുകളും ഈശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളുടെ മുറിവുകൾ അങ്ങ് തന്നെ ഉണക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ ആശ്വസിപ്പിക്കണമേ. ഏതെങ്കിലും വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ചിന്തകൾ ഞങ്ങളുടെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈശോയെ അങ്ങയുടെ വിശുദ്ധിയാൽ നിറച്ച് മുറിവുണക്കി സൗഖ്യം നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. അതിനായി കർത്താവേ, അങ്ങയുടെ അണിപ്പാടേറ്റ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ വീണ്ടും ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് തിരുവിലാവിലെ മുറിവിൽ നൊടുങ്ങുന്ന തിരുരക്തത്താലും തിരുജലത്താലും കഴുകി ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണേ മക്കളെ നീ പൊന്നു കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ശരീരാവയവങ്ങളെയും അവരുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും ആസക്തികളെയും അവരുടെ ഓരോ തോന്നലുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ചില പാപത്തിലേക്ക് വീണു പോകാൻ, ചില കൂട്ടുകെട്ടുകളിലേക്ക് വീണു പോകാൻ, ചില ജഡിക പാപത്തിലേക്കും മദ്യപാനത്തിലേക്കൊക്കെ വീണു പോകാൻ കാരണമായ മുറിവുകളും അതിലൂടെ വന്ന അടിമത്തങ്ങളും ബന്ധനങ്ങളും ഈശോയെ അങ്ങ് എടുത്തു മാറ്റണം. ഞങ്ങളുടെ മക്കളുടെ മുറിവുണക്കി മക്കളെ മുഴുവനായിട്ടും സമ്പൂർണമായിട്ടും അവിടുന്ന് സൗഖ്യപ്പെടുത്തി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ശിരസു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്ന് അറിയണമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എന്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. ഈശോയെ, അങ്ങെഴുന്നള്ളി വന്ന് ഞങ്ങളുടെ മക്കളുടെ അരികിലേക്ക് ചെന്ന് ഞങ്ങളുടെ മക്കളെ തൊട്ട് അങ്ങനെ അണിപ്പാടക്കാരൻ ശിരസിൽ വെച്ച് ഞങ്ങളുടെ മക്കളുടെ മുറിവുണക്കണമേ. അങ്ങ് ആ മക്കളെ അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് ആ മക്കൾക്ക് സ്നേഹവും സമാധാനവും അങ്ങയുടെ ചൈതന്യവും അങ്ങയുടെ വിശുദ്ധിയും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ഇതിലൂടെയൊക്കെ ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കടന്നു ചെന്നിട്ടുള്ള പൈശാചിക ശക്തികൾ, മദ്യപാനാസക്തി, വ്യഭിചാര ദുർഭൂതം, ജഡിക പാപത്തിന്റെ ആസക്തികള് കർത്താവേ, ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കത്തക്ക വിധം അറിവില്ലാത്ത സമയത്ത് അജ്ഞതയുടെ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കളിലേക്ക് ഇതുപോലെ ദുരുപയോഗിക്കപ്പെട്ടപ്പോ, ദുർമാതൃകയ്ക്ക് നയിക്കപ്പെട്ടപ്പോ കേറിപ്പറ്റിയ പൈശാചിക ശക്തികൾ, ദുരാത്മ ദുർഭൂതങ്ങൾ ഞങ്ങളുടെ മക്കളെ ഇന്ന് ശരീരത്തിലും
മനസ്സിലും ചിന്തയിലും വികാരങ്ങളിലും ആസക്തികളിലും വസിച്ച് അവരെ നിയന്ത്രിക്കുമ്പോ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില്, പുരോഹിതന്റെ പൗരോഹിത്യ അധികാരത്തില് അങ്ങേ തിരു മുമ്പില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരാത്മ ദുർഭൂതങ്ങളും, എല്ലാ പൈശാചിക ശക്തികളും, വ്യഭിചാര ദുർഭൂതം, മദ്യപാനാസക്തി, പാപത്തിലേക്ക് നയിക്കുന്ന പൈശാചികമായ ആസക്തികളില് വസിക്കുന്ന പൈശാച് ദുരാത്മ ശക്തികൾ യേശുനാമത്തിൽ ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇതുപോലെ ഈ ജടിക പാപത്തിലും തെറ്റായ സ്നേഹബന്ധങ്ങളിലും മദ്യപാനത്തിലും ലഹരിയിലും അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ദുരാത്മ ദുർഭൂതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവേ, അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ, നയിക്കപ്പെടട്ടെ, നിയന്ത്രിക്കപ്പെടട്ടെ. മറ്റൊരാത്മാവും, പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവും ഞങ്ങളുടെ മക്കളെ ആരെയും നയിക്കാൻ ഇടയാകാത്ത വിധം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കട്ടെ. എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ മക്കൾ നിവർന്നു നിൽക്കട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഞങ്ങളുടെ മക്കളിലുള്ള ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന്റെ ശക്തി വലിയ സൗഖ്യമായി വിടുതലായി നമ്മുടെ മക്കൾ ഓരോരുത്തരും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും ഈശ്വരാശീർവാദത്തിനു വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.